ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ ആനുവൽ എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ BS എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വാർഷിക മൂല്യനിർണ്ണയം 2024-25ലാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ 8 ആക്ടിവിറ്റിയാണുള്ളത്. ആ 8 ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന 6 ആക്ടിവിറ്റിക്ക് ആൻസർ ചെയ്താൽ മതി. പിന്നെ ഓരോരോ, അതായത് നിങ്ങൾ ഏതൊക്കെ ആക്ടിവിറ്റിയാണോ സെലക്ട് ചെയ്യുന്നത്, ആക്ടിവിറ്റിയിലെ ഒരു സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ABCD എന്ന് പറഞ്ഞിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഓരോരോ ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ ഓവറോളായിട്ട് മുഴുവനായിട്ട് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ആദ്യത്തെ പ്രവർത്തനത്തിലെ A ആണ് പറയാൻ പോകുന്നത്. തന്നിരിക്കുന്ന വസ്തുക്കൾ ഒരു പ്രകാശ സ്രോതസ്സിനു നേരെ വിവിധ രീതിയിൽ കാണിക്കുന്നു. ഏത് വസ്തുവിനാണ് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലുണ്ടാകുന്നത്? ഏതിനായിരിക്കും? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പപ്പടം, 2 വള, 3 ഗോളി, 4 പമ്പരം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഗോളിയാണ്. ഓക്കെ, ഗോളി മൂന്നാമത്തതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം ഗോളി നമ്മൾ ഏത് രീതിയിൽ വെച്ചാലും അതിൻ്റെ നിഴൽ ഒരേ ആകൃതിയിലായിരിക്കും കാണാൻ പറ്റുന്നത്. B ചോദ്യമാണ്, ആകാശഗോളങ്ങളുടെ നിഴലുകൾ ഒരു സ്ക്രീനിൽ കാണുകയാണെങ്കിൽ അവയുടെ വലുപ്പം എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ചെറുതായിരിക്കും. കാരണം പ്രകാശ സ്രോതസ്സുകളുടെ വലുപ്പത്തിനെ ആശ്രയിച്ചാണ് നിഴലുകളുടെ വലുപ്പം എന്ന് പറയുന്നത്. വസ്തു ചെറുതും പ്രകാശ സ്രോതസ്സ് വലുതുമായാൽ നിഴൽ ചെറുതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനിയും C ചോദ്യമാണ്, ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരും. ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രന്. ഇങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. അതായത് A ചോദ്യത്തിന് 1 മാർക്ക്, B ചോദ്യത്തിന് 2 മാർക്ക്, C ചോദ്യത്തിന് 2 മാർക്കാണ് ഉള്ളത്. ഇനി പ്രവർത്തനം 2 നോക്കാം. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് പറയാൻ പോകുന്നത്. അതിൽ A ചോദ്യമാണ്, എല്ലാ ദിവസവും കുളിക്കുകയും ത്വക്ക് നന്നായി വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് ലോക ആരോഗ്യ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സാധൂകരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? എല്ലാ ദിവസവും കുളിക്കുകയും നമ്മുടെ ത്വക്കൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് ലോകാരോഗ്യ ദിന സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻസർ? മുകളിൽ കൊടുത്തിട്ടുണ്ട്. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് ഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങളുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് എല്ലാ ദിവസവും കുളിക്കുകയും ത്വക്ക് വൃത്തിയാക്കുകയും ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ് പറയുന്നത്. അപ്പോൾ സ്കിന്നില്ലേ, നമ്മുടെ സ്കിന്നിൽ എന്തുണ്ട്? ചെറിയ അതായത് മൈന്യൂട്ട് പോൾസ് ഉണ്ട്. അതിലൂടെയാണ് വിയർപ്പ് എന്ന് പറഞ്ഞാൽ സ്വെറ്റ് പുറത്ത് വരുന്നത്. സ്വെറ്റ് ഗ്ലാൻഡിൽ നിന്ന് സ്വെറ്റ് വരുന്നത് ഇതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മര്യാദയ്ക്ക് ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ഈ സ്വെറ്റ് എന്ത് ചെയ്യും? നമ്മളുടെ സ്കിന്നിൽ ഇങ്ങനെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഓക്കെ, അടിഞ്ഞുകൂടുമ്പോൾ എന്ത് സംഭവിക്കും? രോഗങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും കുളിക്കണമെന്ന് പറയാനുള്ള റീസൺ. ഇനി B ചോദ്യമാണ്, വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ ചെയ്യാവുന്ന ഏതെങ്കിലും 2 മാർഗ്ഗങ്ങൾ എഴുതാനാണ്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കിഡ്നി തകരാറിലായ ആൾക്ക് വേണ്ടിയിട്ട്? ഒന്നാമത്തതാണ് ഡയാലിസിസ്, അതേപോലെ തന്നെ വൃക്ക മാറ്റിവെക്കൽ. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ, അതേപോലെ ഡയാലിസിസ് ചെയ്താൽ. ഇനി C ചോദ്യമാണ്, കരളിൽ യൂറിയ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് നമ്മളുടെ ലിവറിൽ യൂറിയ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറാണ്, നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ വിഘടിപ്പിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നത് കരളാണ്. അതായത് എന്താ ഇവിടെ പറഞ്ഞത്? ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ് നമ്മളുടെ ഫുഡൊക്കെ ദഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഡൈജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇതിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? അമോണിയം പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ ഹാംഫുൾ ആയിട്ടുള്ള അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത് ലിവറാണ്. യൂറിയ എന്ന് പറയുന്നത് അമോണിയനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹാംഫുൾ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന എന്താണ്? ലിവറാണ്. എപ്പോഴാണ്? ഈ ഡൈജഷൻ്റെ സമയത്ത്, ഫുഡ് ബ്രേക്ക് ഡൗണിൻ്റെ സമയത്ത്. ഇനി അടുത്തത് 3ാമത്തെ പ്രവർത്തനമാണ് പറയുന്നത്. അതിലത്തെ A ചോദ്യമാണ്, വിവിധ ജീവികളും അവയുടെ ശ്വസനാവയവവും ചുവടെ നൽകിയിരിക്കുന്നു. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങളിവിടെ പൂർത്തിയാക്കണം. ആദ്യം തന്നെ ജീവി
ക്രിയേച്ചർ. ഓക്കെ, രണ്ടാമത്തെ കോളത്തിൽ ശ്വസനാവയവമാണ്, അതായത് റെസ്പിറേറ്ററി ഓർഗൻ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ എ ആണ്. എ നമ്മൾ കണ്ടെത്താൻ അവിടെ ശ്വസനാവയവം ഓൾറെഡി തന്നിട്ടുണ്ട്. ഈർപ്പമുള്ള ത്വക്ക് ഏതിനാണ് വരുന്നത്? മണ്ണിരക്കാണ്. എ മണ്ണിരയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് ഏർത്ത് വാമിനാണ് പിന്നെ ഈർപ്പമുള്ള ത്വക്കുള്ളത്. ഓക്കെ, മോയ്സ്ചർ സ്കിൻ ഉള്ളത്. ഇനി രണ്ടാമത് ജീവി തന്നിട്ടുണ്ട്, മത്സ്യം. അപ്പോൾ അതിൻ്റെ മത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ ഫിഷിൻ്റെ ഒരു റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തത് തവള, ഫ്രോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രോഗിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? അത് രണ്ട് രീതിയിലുണ്ട്. അതായത് ലാൻഡിലാണെങ്കിൽ, കരയിലാണെങ്കിൽ നമ്മളുടെ ശ്വാസകോശം തന്നെയാണ്, വെള്ളത്തിലാണെങ്കിൽ ഈർപ്പമുള്ള ത്വക്കാണ്. അതായത് ലാൻഡിലാവുമ്പോൾ അവയ്ക്ക് ലങ്സാണ്, ഇനി വാട്ടറിലാവുമ്പം അവയ്ക്ക് എന്താണ്? മോയ്സ്റ്റ് സ്കിന്നാണ്. ഇനി ഡി ആണ് ബുക്ക് ലെങ്സ് എന്ന് റെസ്പിറേറ്ററി ഓർഗൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിയിൽ വരുന്നത് എന്താണ്? ചിലന്തി അല്ലെങ്കിൽ സ്പൈഡറാണ്. ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്, മനുഷ്യൻ്റെ ഉച്ഛ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവ് 21%, നിശ്വാസവായുവിൽ 15%. എന്തായിരിക്കും ഇങ്ങനെ വ്യത്യാസപ്പെടാൻ കാരണം? വിശദീകരിക്കുക. ഓക്കെ, എന്തായിരിക്കും അതിന് കാരണം? അതായത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇൻഹെയിലിംഗ് എയറിൽ ഓക്സിജൻ്റെ അളവ് 21%. ഇനി നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് 15% ഉണ്ടാവുക. അപ്പോൾ അതിൽ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ എന്താണ്? അപ്പോൾ ഇവിടുത്തെ ആൻസറാണ്, ശ്വാസകോശത്തിലെത്തുന്ന ഓക്സിജൻ ഹൃദയത്തിലെത്തി അവിടെ നിന്നും രക്തം വഴി കോശങ്ങളിലെത്തുകയും അവിടെ നടക്കുന്ന ഊർജ്ജോൽപാദന പ്രക്രിയയുടെ ഭാഗമായി നിശ്ചിത അളവ് ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് അളവ് കുറയുന്നത്. അപ്പോൾ മനസ്സിലായോ? അതായത് നമ്മളുടെ ഈ ഓക്സിജൻ അല്ലേ, ആദ്യം ശ്വാസകോശത്തിലെത്തി, അത് പിന്നെ ഹാർട്ടിലെത്തും, അതായത് ലങ്സിലെത്തിയതിന് ശേഷം ഹാർട്ടിലെത്തും. ഹാർട്ടിൽ എന്ത് ചെയ്യും? ഹാർട്ടിൽ അത് പമ്പ് ചെയ്ത് നമ്മളുടെ ഓരോരോ സെല്ലിലെത്തും. ആ സെല്ലിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഓക്സിജന് ഓരോരോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെല്ലത് അബ്സോർവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ അങ്ങനെ, അതുകൊണ്ടാണ് ഈ പുറത്ത് വരുന്ന എക്സ്ഹെയിൽ ചെയ്യുന്ന എയറിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത്. കാരണം ഈ സെല്ലിൽ എനർജി പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അത് കുറച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി ഇംഗ്ലീഷ് മീഡിയക്കാർ. ഓക്കെ, ഇനി സി ചോദ്യമാണ്, മനുഷ്യരിൽ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയുടെ പേരെന്താണ്? ആൻസർ എന്താണ്? ഔരസാശയമാണ്. ഇംഗ്ലീഷിൽ അതിനെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയും. അപ്പോൾ ഇവിടെ എ ചോദ്യത്തിന് 2 മാർക്ക്, ബി ചോദ്യത്തിന് 2 മാർക്ക്, സി ചോദ്യത്തിന് 1 മാർക്കുമാണ് വരുന്നത്. ഇനി അടുത്ത പ്രവർത്തനമാണ് 4ാമത്തത്. ഇനി ഇവിടെ 4ാമത്തെ പ്രവർത്തനം പറയുന്നതിന് മുമ്പ് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ ചോദ്യമാണ്, പാക്കറ്റിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 വിവരങ്ങൾ എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അവിടെ നോക്കിക്കുക, ആൻസർ കൊടുത്തത് അളവ്, തൂക്കം, അതായത് വെയിറ്റ് ഒക്കെ നോക്കുക. അതേപോലെ രണ്ടാമത്തെ നിർമ്മിച്ച തീയതി, കാലാവധി കഴിയുന്ന തീയതി, എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ നോക്കുക. പിന്നെ 3ാമത്തത് ഉപയോഗിച്ച പ്രിസർവേറ്റീവ്സുകൾ, അതായത് ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് ആണ് ഈ ഒരു പാക്കറ്റിൽ ഉപയോഗിച്ചത്, കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പോയിൻറ്റ്, പോഷക ഘടകങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയത് ഏതെങ്കിലും 4 എഴുതാനാണ്. ഓക്കെ, പോഷക ഘടകങ്ങൾ എന്തൊക്കെ ന്യൂട്രിയൻസ് ഈ ഒരു ആ ഒരു ഫുഡ് ഐറ്റത്തിലുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ, ഇനി എക്സ്ട്രാ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എഴുതാവുന്നതാണ്. ഏതെങ്കിലും 4 പോയിൻറ്റ് നിങ്ങൾ എഴുതിയാൽ മതി. അവിടെ 2 മാർക്കാണ്. ഇനി ബി ക്വസ്റ്റ്യൻ ആണ്, ബാക്ടീരിയ, ഫംഗസ് എന്നിവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണല്ലോ ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. എങ്കിൽ ഇത്തരം ജീവികൾ പ്രവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട 4 മാർഗ്ഗങ്ങൾ എഴുതാനാണ്. ഏതൊക്കെയാണ്? ആൻസറായിട്ട് നോക്കിയേ, ഉയർന്ന താപനിലയിൽ സൂക്ഷിക്കുക, 2ാമത് താഴ്ന്ന താപനിലയിൽ സൂക്ഷിക്കുക, 3ാമത്തത് വായു കടക്കാത്ത വിധം പാക്ക് ചെയ്യുക, 4 ഈർപ്പം തീരെ ഇല്ലാതാക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? 1ാമത്തത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ്. ഒന്നെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക, അതായത് റെഫ്രിജറേറ്ററിലൊക്കെ. പിന്നെ 3ാമത്തത് എയർ ടൈറ്റ് പാക്കറ്റിലാക്കുക. പിന്നെയോ ഈർപ്പം, മോയ്സ്റ്റ് തീരെ ഇല്ലാതിരിക്കുക. ഓക്കെ,
ആബ്സെൻസ് ഓഫ് മോയ്സ്ചറോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി സി ചോദ്യം, നമുക്ക് കിട്ടുന്ന പഴവർഗ്ഗങ്ങളിൽ ഒരെണ്ണം ഉപയോഗിച്ച് ജാം ഉണ്ടാക്കുന്ന രീതി വിശദീകരിക്കാനാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ജാം ആയിക്കോട്ടെ, അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഇതൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം അത് ഈ ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് അതിൻ്റെ ചാറ് മാത്രം എടുക്കുക. ഓക്കെ, അതിൻ്റെ ഫ്ലഷ് ആയിട്ടുള്ള ജ്യൂസ് മാത്രം എടുത്തതിന് ശേഷം എന്നിട്ടൊരു സ്റ്റൗവിൽ ഓണാക്കിയതിന് ശേഷം അതിലേക്ക് പാന് വെക്കുക. അതിലേക്ക് ഈ ഒരു ജ്യൂസ് ഒഴിക്കുക. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് ആഡ് ചെയ്യുക. പഞ്ചസാര നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം കുറഞ്ഞ സമയം ഇത് ഒന്ന് കുറുകാൻ വെക്കുക. അതായത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറുകി വരിക. അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞ് നന്നായിട്ട് കുറുകിയതിന് ശേഷം നാരങ്ങ നീര് ഒഴിക്കുക. എന്നിട്ട് നല്ലൊരു ടിന്നിലേക്ക് ഒഴിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ, 2 മാർക്കാണ്. ഇനി അടുത്തത് ആക്ടിവിറ്റി 5 ആണ് പറയുന്നത്. ചോദ്യമാണ്, സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ പോയിൻ്റായിട്ട് നിങ്ങൾ പറയാം. ഒന്നാമത്തേത് സമീകൃതാഹാരത്തിൻ്റെ അഭാവം, അതേപോലെ തെറ്റായ ഭക്ഷണശീലങ്ങൾ, പിന്നെ ഭക്ഷ്യവിഭവങ്ങളുടെ തിരഞ്ഞെടുപ്പ്, ഭക്ഷണം കഴിക്കുന്ന രീതി. ഈ 4 പോയിൻ്റ് നിങ്ങളിവിടെ എഴുതുകയാണെങ്കിൽ 2 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ബി ചോദ്യമാണ്, കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി അനുസരിച്ച് തന്നിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കേടുകൂടാതെ എങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളിവിടെ തരംതിരിക്കാനാണ്. അതായത് ഉണക്കി എങ്ങനെ സൂക്ഷിക്കാം, ഉപ്പുലായനിലിട്ട് സൂക്ഷിക്കുന്നത്, അങ്ങനെയൊക്കെ തരംതിരിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തത് മാങ്ങ, മുന്തിരി, നാരങ്ങ, പാല്, വറ്റൽമുളക്, ചിപ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ക്യാൻസർ ഉപ്പുലായനിലിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത്, അതായത് സാൾട്ട് സൊല്യൂഷനിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് നാരങ്ങ, മാങ്ങയൊക്കെ. ഇനി പഞ്ചസാര ലായനിലിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ്? മുന്തിരി അല്ലേ. മുന്തിരിയൊക്കെ പഞ്ചസാര ലായനിലിട്ട് സൂക്ഷിക്കാറുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തത് കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നവയാണ്. കുറഞ്ഞ താപനിലയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ റെഫ്രിജറേറ്ററിലൊക്കെ, ഫ്രിഡ്ജിലൊക്കെ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നതാണ്. വറ്റൽ മുളകൊക്കെ ലോ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതേപോലെ വായു നിബന്ധമായി അടച്ച് സൂക്ഷിക്കുന്നവ, അതേതാണ്? ചിപ്സൊക്കെ അല്ലേ. പാക്കറ്റിൽ ചിപ്സൊക്കെ എന്താണ്? വായു കടക്കാത്ത വിധം നമ്മൾ അടച്ച് സൂക്ഷിക്കുന്നവയാണ്. ഓക്കെ, എയർ ടൈറ്റ് ആയിട്ട്. ഇനി സി ചോദ്യമാണ്, ശർക്കരയിൽ നിറം നൽകുന്നതിനായിട്ട് ചേർക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ റോഡോമിൻ, ബി കാർമോയ്സിൻ, സി ടാർട്രാസിൻ. ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? എ ആണ്, റോഡോമിൻ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. ഭൂമിയിൽ 2/3 ഭാഗം ജലമാണ്. എന്നിട്ടും ശുദ്ധജലം 3% മാത്രം. അതാണെങ്കിലോ മലിനമായി കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ജലം മലിനമാകുന്ന 2 സന്ദർഭങ്ങൾ എഴുതാനാണ്. ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ എഴുതിയാൽ മതി. നമ്മൾ ക്ലാസ്സിലൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണത്. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് പോയിൻ്റായിട്ട് നമുക്ക് പറയാം, രാസകീടനാശിനികളുടെ അമിത ഉപയോഗം, അതായത് കെമിക്കൽസൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ മലിനജലം ഓടകളിലേക്ക് ഒഴുക്കി വിടൽ, പിന്നെ വേസ്റ്റ് വാട്ടറൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ റിവറിലേക്കും അതേപോലെ മറ്റ് വാട്ടർ സോഴ്സിലേക്കൊക്കെ ഡംപ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും 2 പോയിൻ്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ 2 മാർക്ക് ലഭിക്കും. ഈ ചോദ്യമാണ്, ജലാശയങ്ങളിലെ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം എന്ത്? ഇതിനുള്ള കാരണം വിശദീകരിക്കുക. നമ്മൾ കുറേ പറഞ്ഞതാണ്. ഇതിൻ്റെ കാരണം എന്താണ്? യൂട്രോഫിക്കേഷനാണ്. അതിൻ്റെ റീസൺ എന്താണ്? നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തി ആൽഗ പോലുള്ള ജലസസ്യങ്ങൾ അമിതമായി വളരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, ഇങ്ങനെ ഈ മണ്ണിലേക്ക് അധികമായിട്ട് നമ്മൾ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പം അതിലുള്ള നൈട്രജൻ എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സൊക്കെ ഗ്രോ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ഒരു എലമെൻ്റാണ്. അപ്പോൾ ഈ നൈട്രജൻ എന്ത് ചെയ്യും? ഈ പുഴയിലേക്കൊക്കെ ഒഴുകുമ്പോൾ ഈ ആൽഗെ പോലുള്ള ഈ ചെടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നന്നായിട്ട് വളരാൻ തുടങ്ങും. അതാണ് യൂട്രോഫിക്കേഷന് കാരണമായിട്ട് വരുന്നത്. ഇനി സി ചോദ്യമാണ്, ജലം തിളപ്പിച്ച്
നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗം ഏതാണത്? ഡിസ്റ്റിലേഷനാണ് ആൻസറായിട്ട് വരുന്ന ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ ഈ സീ വാട്ടറൊക്കെ അതിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള പ്യുവർ വാട്ടർ നമ്മൾ വേർതിരിക്കുന്നതൊക്കെ ഇതേപോലെയാണ്. അപ്പോൾ ആക്ടിവിറ്റി 7 ആണ്. വസ്തുക്കൾ കത്തിക്കുന്നത് മൂലവും മറ്റു ചില സന്ദർഭങ്ങളിലും വായു മലിനമാകുന്നുണ്ടല്ലോ. എന്താണ് ചോദ്യം? താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തുക. ഒന്നാമത്തെ സന്ദർഭമാണ് പ്ലാസ്റ്റിക് കത്തിക്കുക. അപ്പോൾ അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ ആൻസറായിട്ട് നമുക്ക് പറയാം, പുക, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു, മണ്ണ്, ജലം, ജീവജാലങ്ങൾ എന്നിവയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഈ പ്ലാസ്റ്റിക് മുഴുവനായിട്ട് കത്തിത്തീരാതെ വരുമ്പോൾ എന്താണ്, മണ്ണിനെയും അതേപോലെ സോയിൽ, വാട്ടർ, എയറിനൊക്കെ തന്നെ മറ്റ് ഓർഗാനിസത്തിനൊക്കെ തന്നെ എന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബി എന്താണ്? വിറക്, മണ്ണെണ്ണ, പാചകവാതകം എന്നിവ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയിട്ടുള്ള കെമിക്കൽസ്, രാസവസ്തുക്കൾ പുറത്തു വരുന്നുണ്ട്. ഇനി മൂന്നാമത്തത് പെട്രോൾ, ഡീസൽ എന്നിവ ഉപയോഗിച്ച് വാഹനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവ പുറത്തു വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്, വാഹനങ്ങളുടെ പുക പരിശോധന വേളയിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാട്ടോ. ബി ആൻസർ നോക്കിക്കേ. പുക പരിശോധിക്കുന്നതിലൂടെ നിശ്ചിത അളവിൽ കൂടുതലുള്ള രാസവസ്തുക്കൾ അടങ്ങിയ പുക പുറത്ത് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് എന്തായാലും ഈ ഒരു ഫ്യൂലൊക്കെ ബേൺ ചെയ്യുമ്പം അവിടെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു പരിധിയിൽ കൂടുതലുണ്ടോ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും, കെമിക്കൽസ്. ഇതിന് 2 മാർക്കാണ്. ഇനി സി ചോദ്യമാണ്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസവസ്തു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഏതാണ് ഈ രാസവസ്തു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ സൾഫർ ഡയോക്സൈഡ്, ബി കാർബൺ മോണോക്സൈഡ്, സി ഡയോക്സിനുകൾ. ഏതാണ് കറക്റ്റ് ആൻസർ? സി ആണ്, ഡയോക്സിനുകളാണ് കറക്റ്റ് ആൻസർ. ഇവിടുത്തെ ലാസ്റ്റ് പ്രവർത്തനമാണ് പ്രവർത്തനം 8. സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ഒരു നാടൻ റോസ് ചെടിയിൽ വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ നിൽക്കുന്നു. ചോദ്യം, ഇതിനു കാരണമായ കായിക പ്രജനന രീതി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ പതിവയ്ക്കലാണോ, ബി കമ്പൊട്ടിക്കലാണോ, സി മുകുളമൊട്ടിക്കലാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? സി ആണ്, മുകുളമൊട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് എന്ന് പറയും. ഓക്കെ, ഇനി ബി ചോദ്യമാണ്, ഇത്തരം കായിക പ്രജനന രീതിയുടെ വിവിധ ഘട്ടങ്ങൾ ക്രമമായി എഴുതാനാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി ഉണ്ട്. ആ ഒരു സ്റ്റെപ്പ് തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിവിധ റോസാ ചെടികളുടെ ഒട്ടിക്കേണ്ട ഭാഗം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. പിന്നെ ഓരോരോ സ്റ്റെപ്പ് അതേപോലെ നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി സി ചോദ്യമാണ്, മികച്ച ഗുണങ്ങളോട് കൂടിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുടെ പേരെന്ത്? അതിൻ്റെ 2 പ്രത്യേകതകൾ എഴുതാനാണ്. ആൻസർ എന്ന് പറയുന്നത് വർഗ്ഗസങ്കരണമാണ്, അതായത് ഇംഗ്ലീഷിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. പിന്നെ അതിൻ്റെ 2 പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തുന്നു. പിന്നെ 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2 ഇവിടുത്തെ പോയിന്റ്. ഇത് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എ ചോദ്യത്തിന് 1 മാർക്ക്, ബി ചോദ്യത്തിന് 2 മാർക്ക്, സി ചോദ്യത്തിന് 2 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓവറോൾ എങ്ങനെ ഉണ്ടായതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈസി ആയിരുന്നു, ടഫ് ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം.